ഇപ്പോൾ അന്ന് വന്ന ഒരുപാട് എവിഡൻസിന്റെ കൂട്ടത്തിലുള്ള ഒരു എവിഡൻസ് ആയിട്ട് തന്നെ പോയിന്റ് ഔട്ട് ചെയ്തത് ദിലീപും പൾസർ സുനിയും തമ്മിൽ നിൽക്കുന്ന ഒരു ഫോട്ടോ ഉണ്ട് എന്നാണ്. അതായത് ഏതോ ഒരു ഷൂട്ടിങ്ങിന്റെ സമയത്ത് അവർ തമ്മിൽ ഒരുമിച്ച് നിൽക്കുന്ന ദിലീപ് വേറൊരാൾ നിൽക്കുന്നു, പുറകിലെങ്ങാണ്ട് പൾസർ സുനി നിൽക്കുന്ന ഒരു ഫോട്ടോ അന്ന് വ്യാപകമായിട്ട് പ്രചരിച്ചിരുന്നു. അപ്പൊ ആ ഫോട്ടോ കാണിച്ചുകൊണ്ട് എന്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ ഒരു തെളിവുണ്ട് എന്ന് പറഞ്ഞു ഒരു ഉദ്യോഗസ്ഥൻ. അപ്പൊ ഞാൻ പറഞ്ഞു ഇത് കണ്ടാൽ തന്നെ അറിഞ്ഞൂടെ ഇത് ഫോട്ടോഷോപ്ഡ് ആണ് എന്ന് ഞാൻ വെറുതെ പറഞ്ഞപ്പോൾ അന്ന് സീനിയറായിട്ട് ഏറ്റവും സീനിയറായിട്ട് അവിടെ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥൻ പറഞ്ഞു ആ ശരിയാ ശ്രീലേഖ പറഞ്ഞു അത് ഫോട്ടോഷോപ്ഡ് ആണ്, അങ്ങനെ ഒരു എവിഡൻസ് നമുക്ക് ആവശ്യമായതുകൊണ്ട് അത് ഫോട്ടോഷോപ്ഡ് ആണ് എന്ന് അംഗീകരിച്ചു. അത് ഞാൻ വെറുതെ പറഞ്ഞ ഒരു കാര്യം ശരിയാണ് എന്ന് അംഗീകരിച്ചത് അതും എനിക്ക് ഞെട്ടലുണ്ടാക്കി. ഞാൻ പറഞ്ഞു ശരി ഫോട്ടോഷോപ്ഡ് ആണോ ടവറിലൊക്കെ ഇദ്ദേഹം ഇവർ പറയുന്നത് വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഇതിനകത്ത് കുറെ അധികം മജോറിറ്റി ഓഫ് പങ്ക് ഉറപ്പായിട്ടും പോലീസുകാർക്കാണ്. പോലീസുകാർ എവിടുന്നോ കിമ്പളം വിഴുങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഇത് മനഃപൂർവ്വം എന്താണ് ദിലീപിന്റെ തലയിൽ വെച്ച് കെട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു തത്രപ്പാടാണെന്ന് പറയുന്നു. അല്ലെങ്കിൽ ഇത് മീഡിയയുടെ ഭാഗത്തു നിന്നുള്ള പ്രഷർ കൊണ്ടാണ് പോലീസ് ഇങ്ങനെയൊക്കെ ചെയ്തത് എന്നൊക്കെ പറഞ്ഞു. കണ്ടില്ലേ ഒരു ഫോട്ടോ, ഇത് മോർഫ് അല്ലേ ചോദിച്ചപ്പോൾ അത് ഇത് മോർഫാണ്, ഇത് ഇനി വേറെ ആരോടും പറയണ്ട, ഇത് ഇങ്ങനെയൊക്കെ തന്നെ ഫോട്ടോ എന്ന് പറഞ്ഞു. ഇത് നേരെ കോടതി എത്തുമ്പോഴത്തേക്ക് പോസ്റ്റ് ഇത് തന്നെ പ്രതിഭാഗം വക്കീല് അല്ലെ മിടുക്കനാണെങ്കിൽ വിജയിക്കത്തില്ല, പൊളിച്ച് കൈ കൊടുക്കുമെന്നുള്ള ഒരു കാര്യം എന്താ പോലീസുകാർക്ക് അറിയത്തില്ലേ. അപ്പം അങ്ങനെയൊക്കെ ഈ പോലീസിന്റെ അകത്ത് തന്നെ ഇതുപോലത്തെ കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പം ഇവര് പറയുന്നുണ്ട് നമ്മുടെ ശത്രു അത്ര വലുതാണെങ്കിൽ ഇതൊക്കെ സിമ്പിൾ ആയിട്ട് നടക്കും, ദിലീപിനൊന്നും ഊരി പോരാനേ പറ്റത്തില്ല. അപ്പൊ അതൊക്കെ അന്വേഷിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ നമുക്ക് മറ്റുള്ള മാർട്ടിൻ പറഞ്ഞൊരു കാര്യം ഒന്നും കൂടി ഒന്ന് കേട്ടിട്ട് വരാം. അതിനകത്ത് അവൻ കുറച്ച് ആൾക്കാരുടെ പേരുകൾ പറയുന്നുണ്ട്. ഇത് ചെയ്ത ആൾക്കാരെ കുറെ അടിമുടി പറയുന്ന കള്ളത്തരമാണ്, എന്നാലും അവൻ പറയുന്ന കുറച്ച് പേരുകൾ അവൻ പണ്ട് തൊട്ടിപ്പോ വരെ കുറച്ച് പേരുകൾ പറയുന്നുണ്ട്. ആ ആൾക്കാരിലോട്ട് നമുക്കൊന്ന് വിരൽ ചൂടേണ്ടത് അത്യാവശ്യമുണ്ട്. അവൻ എന്താ പറയുന്നത് നോക്കാം. നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിനെ മഞ്ജു വാര്യരും സംവിധായകൻ ശ്രീകുമാർ മേനോനും അടക്കമുള്ളവർ ചേർന്ന് ചതിച്ചതാണെന്ന് പ്രതികളിലൊരാളായ മാർട്ടിൻ ആരോപിച്ചു. പ്രതിഫലമായി മഞ്ജു വാര്യർക്ക് മുംബൈയിൽ ഫ്ളാറ്റ് കിട്ടിയെന്നാണ് മാർട്ടിന്റെ ആരോപണം. മഞ്ജു വാര്യറും രമ്യ നമ്പീശനും കൂടി ദിലീപിനെ ചതിക്കാൻ വേണ്ടി ഒരുക്കി കെണിയത്. പ്രതിഫലമായിട്ട് മഞ്ജു വാര്യർക്ക്. എന്റെ പേര് മാർട്ടിൻ എന്നാണ്. നടിയെ ആക്രമിച്ച കേസിൽ 2ാം പ്രതിയായിട്ട് തന്നെ 5 കൊല്ലത്തോളം റിമാൻഡ് ചെയ്തിട്ടായിരുന്നു. ഇപ്പോൾ സുപ്രീം കോടതി ബെയിലിൽ എനിക്ക് കിട്ടി, ഞാൻ പുറത്തിറങ്ങിയിരുന്നു. ഈ കേസുമായി ബന്ധപ്പെട്ട യഥാർത്ഥ സത്യങ്ങൾ, നടൻ ദിലീപിനെ ചതിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ കേസിലെ യഥാർത്ഥ സത്യങ്ങൾ എനിക്കറിയാം. അതിന്റെ പേരിൽ മാത്രം ഇത്രയും നാളെ എന്നെ ജയിലിലിട്ടായിരുന്നത്. നടൻ ലാലും ഡയറക്ടർ ശ്രീകുമാർ മേനോനും നടി മഞ്ജു വാര്യറും രമ്യ നമ്പീശനും ഭാവനും ചതിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു കെണിയാണ് ഈ കേസ്. മഞ്ജു വാര്യർ, ലാലിന്റെ മകൻ എന്നിവരോടൊപ്പം തന്നെ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ പേര് പറയുന്നുണ്ട്. അത് നമ്മൾ വിട്ട് കളയരുത്. ഈ പോലീസ് ഉദ്യോഗസ്ഥനോട്ട് ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ ഒരു പക്ഷെ എന്തെങ്കിലും നമുക്ക് കാര്യങ്ങൾ കിട്ടും. അപ്പം അവിടെ നിന്ന് ചിലപ്പോൾ നമുക്ക് അതൊരു ലൂപ്പ് പോയിന്റ് ആണ്, അവിടെ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റും ഇതിന്റെ പിന്നിൽ ആരാണ് കളിച്ചത്, ആർക്കാണ് ദിലീപിനെ പെടുത്തിക്കൊണ്ടുള്ള ആവശ്യം എന്താണ് എന്ന്. അപ്പം ആ പോലീസുകാരനെ ചുറ്റിപ്പറ്റുന്ന അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ, ഭാര്യ, അളിയൻ, അങ്ങനെ അനിയൻ തുടങ്ങി അനിയന്റെ ഭാര്യ, അങ്ങനെ അല്ലെങ്കിൽ അളിയൻ, പെങ്ങളുടെ ഭർത്താവ്, അങ്ങനെ തുടങ്ങി അവരുടെ എല്ലാ ഫാമിലി ഹിസ്റ്ററീസും അദ്ദേഹത്തിന്റെ സാമ്പത്തിക സ്ഥിതി, ഇപ്പോഴത്തെ സാമ്പത്തിക സ്ഥിതി, മുമ്പ് വന്നിരിക്കുന്ന സാമ്പത്തിക സ്ഥിതി, ഈ പോലീസ് ഉദ്യോഗസ്ഥന്റെ അഴിമതിക്കാരനാണോ, എങ്ങനെ മുമ്പ് ഇദ്ദേഹം സർവീസ് കയറുന്ന മുമ്പ് എന്തുമാത്രം സ്വത്ത് വിവരങ്ങൾ ഉണ്ടായിരുന്നു, ഇപ്പൊ കറന്റിലി സർവീസിൽ ഇരിക്കുമ്പോൾ എന്തുമാത്രം സ്വത്ത് വിവരങ്ങൾ പട്ടികയുണ്ട്, എങ്ങനെ സമ്പാദിച്ചു, ഇദ്ദേഹത്തിന്റെ എന്താണ് ആനുവൽ ഇൻകം എന്താണ്, മറ്റ് സോഴ്സിൽ നിന്ന് എവിടെ നിന്നാണ് പൈസ ഇടപാട് കാര്യങ്ങൾ, ഫോൺ ഹിസ്റ്ററി, എത്ര ഫോണുണ്ട്, അതുപോലെ തന്നെ വൈഫിന്റെ ഫോണ്, അളിയന്റെ ഫോണ് തുടങ്ങിയ സകലമായ ചരിത്രങ്ങളും നമ്മൾ തെരഞ്ഞെടുത്താൽ ചിലപ്പം ഇതിനൊരു ലൂപ്പ് പോയിന്റ് കിട്ടിയിരിക്കും. അല്ലാതെ വെറുതെ ഇരിക്കുന്ന ഒരു മനുഷ്യനെ ദിലീപ് 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 എന്ന് പറഞ്ഞുകൊണ്ട് വിരൽ ചൂണ്ടാതെ നിങ്ങൾ എന്റെ പ്രേക്ഷകരെ നിങ്ങൾ കുറച്ചും കൂടെ ഒരു കോമൺ സെൻസ് രീതിയിൽ ഒന്ന് ചിന്തിച്ചു നോക്കുക. ദിലീപ് അല്ലെങ്കിൽ ഹു ആരാണ്, ദിലീപ് അല്ലെങ്കിൽ നെക്സ്റ്റ് ആര്, ഇത് ആർക്ക് ഇത് ചെയ്യാൻ പറ്റും, ആർക്കാണ് ഇത്രമാത്രം വിരോധമുള്ളത്, അല്ലെങ്കിൽ ദിലീപിന്റെ അടിച്ചമർത്തിക്കൊണ്ട് ദിലീപിന്റെ മുകളിൽ വരാനിരിക്കുന്ന ശക്തി ആര്, എന്താണ് എന്നൊക്കെ ഒരു കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുന്നു. എനിക്കിതിൽ ഇവരെ ബിസിനസ് പരമായിട്ടുള്ള കാര്യങ്ങളാണ് സംശയം. അതായത് ഇവരെ ബിസിനസ് പരമായിട്ട് എന്തെങ്കിലും എന്താണ് ശത്രുത വരാൻ വളരെയധികം ചാൻസ് കൂടുതലാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പൊ ലാലിലോട്ടൊക്കെ കുറച്ച് ഇതൊക്കെ തോന്നുന്നുണ്ട്. അപ്പൊ ലാല് പല സമയത്തായിട്ട് ഈ മാർട്ടിൻ എന്ന് പറഞ്ഞ ആര്, ഈ ലാലിന്റെ ജീവനക്കാരനാണ്. ഈ വണ്ടി SUV വണ്ടി ആരുടെയാണ്, ലാലിന്റെയാണ്. അപ്പൊ തീർച്ചയായിട്ടും ലാലിനെ ചുറ്റിപ്പറ്റി ഒരു അന്വേഷണം നടത്തുന്ന ഒരു അത്യാവശ്യമായിരിക്കും. പ്ലസ് മഞ്ജു വാര്യർ എന്ന് പറയുമ്പോൾ എന്താണ്, ദിലീപിന്റെ മുൻ ഭാര്യയാണല്ലേ. ഒരു ഭാര്യയ്ക്ക് ഒരു ഭർത്താവിന്റെ വീക്ക് പോയിന്റ് ഏതാണ്, അദ്ദേഹം ഏത് ലെവലാണ്, ഇദ്ദേഹത്തിന് ഏത് ലെവൽ വരെ പോകാൻ പറ്റും എന്നൊക്കെ നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു ഭാര്യയ്ക്കാണ്. അത് എക്സ് വൈഫ് ആണെങ്കിലും ശരി, കറണ്ട് വൈഫ് ആണെങ്കിലും ശരി. എനിക്ക് ഒരു പക്ഷേ കാവ്യമാധവനെക്കാളും കൂടുതൽ ദിലീപ് ആരാണ് എന്താണെന്ന് അറിയാൻ പറ്റുന്നത്, അതായത് ദിലീപിനെ കംപ്ലീറ്റ് മീറ്റർ അളക്കാൻ പറ്റുന്ന ഒരു വ്യക്തി തീർച്ചയായിട്ടും മഞ്ജു വാര്യർ ആയിരിക്കും, അത് ഉറപ്പാണ്. അപ്പൊ ദിലീപ് എതിരെ ഒരു അറ്റാക്ക് ഉണ്ടാകണമെങ്കിൽ, അല്ലെങ്കിൽ ഇതുപോലെ ഹൈ ലെവൽ പൊസിഷനിൽ നിൽക്കുന്ന ഒരാളെ അടിച്ചമർത്തണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അവരുടെ ഭാര്യമാർക്ക് മാത്രമേ പറ്റുള്ളൂ. നമ്മൾ പലപ്പോഴും പറഞ്ഞില്ലേ, പലരുടെ അടുത്തും നല്ല വീരനായിട്ട് നിൽക്കുന്ന രാജാവ് തന്റെ വൈഫിന്റെ അടുത്ത് മാത്രം എലിക്കുഞ്ഞായി പോകുന്ന കഥകളൊക്കെ നമ്മൾ പലപ്പോഴും തമാശയായിട്ട് പോലും പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പം ഒരു പേടിയും ഇല്ലാതെ, ഒരു ഭയവും ഇല്ലാതെ അത് അറ്റാക്ക് ചെയ്യാൻ അത് ഹെൽപ്പ് ഉണ്ടെങ്കിൽ അവരുടെ ഭാര്യമാർക്ക് പറ്റും. കാരണം അറിയാം എന്റെ ഭർത്താവ് അല്ലെങ്കിൽ എന്റെ മുൻ ഭർത്താവ് എങ്ങനെയാണ്, എന്താണ്, അദ്ദേഹത്തിന് എന്ത് ചിന്തിക്കാൻ കഴിയും, ഏത് ലെവലാണ്, കംപ്ലീറ്റ് കാര്യങ്ങൾ അറിയാതെ. അപ്പൊ ഇതിന് ചെയ്തിരിക്കുന്നത് മഞ്ജു വാര്യർ ആണെന്നല്ല ഞാൻ പറഞ്ഞത്. ഇതിന്റെ ഒരു ചൂണ്ടുവരൽ മഞ്ജു വാര്യരിലേക്ക് പോകണം. തീർച്ചയായിട്ടും അന്വേഷണം മഞ്ജു വാര്യരുടെ സർക്കിളിലും വേണം. പിന്നെ ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് ഇത് ഇൻസ്റ്റയാണ്. ഇതാണ് നമ്മുടെ മഞ്ജു വാര്യരുടെയും ദിലീപിന്റെയും മകൾ മീനാക്ഷിയുടെ ഇൻസ്റ്റാഗ്രാം പേജാണ്. ഇതില്
നമ്മുടെ മീനാക്ഷി ദിലീപിനെയും കാവ്യമാധവനെയും ഫോളോ ചെയ്തിട്ടുണ്ട്. പക്ഷെ മഞ്ജു വാര്യറിനെ അത് ഫോളോ ചെയ്തിട്ടില്ല. അതുപോലെ ഇത് മഞ്ജു വാര്യറുടെ ഇൻസ്റ്റാഗ്രാം ആണ്. മഞ്ജു വാര്യർ മീനാക്ഷിയെ ഫോളോ ചെയ്തിട്ടുണ്ട്, തിരിച്ച് ഫോളോ ചെയ്തിട്ടില്ല. എന്താണ്, പ്രസവിച്ച അമ്മയാണ്. അമ്മയോടൊക്കെ ഒരു പ്രസവിച്ച അമ്മയോട് ഈ കുട്ടി എന്തിനാണ് ഇങ്ങനെ പെരുമാറുന്നത്, എന്തിനാണ് അമ്മയെ തള്ളി നിർത്തുന്നത്? കാരണം മീനാക്ഷി എന്ന് പറഞ്ഞത് ചില്ലറ കുഞ്ഞു കുട്ടിയൊന്നുമല്ല. ആരെങ്കിലും അങ്ങോട്ട് പോരുത് ഇങ്ങോട്ട് പോകരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് ശിക്ഷിച്ച് നിർത്താൻ പറ്റുന്ന കുട്ടിയൊന്നുമല്ല. അത് മുതിർന്ന ഒരു കുട്ടിയാണ്. അത് പണ്ട് ഒരു ഡോക്ടറാണ്. അവർക്ക് എന്ത് ചെയ്യണം എന്ത് ചെയ്യില്ല എന്നുള്ള കാര്യത്തിൽ അവർക്ക് സ്വന്തമായിട്ട് ഒരു നിലപാടുണ്ട്. പക്ഷെ അപ്പം തന്നെ പ്രസവിച്ച അമ്മയോടുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് നമുക്ക് ഇന്നത്തെ മനസ്സിലാകുന്നേ ഉള്ളൂ. അപ്പം എന്തുകൊണ്ടാണ് അത്രയധികം ദേഷ്യം ഈ കുട്ടിക്ക് മഞ്ജു വാര്യർ ഉണ്ടായത്, എന്തുകൊണ്ടാണ് സ്വന്തം അമ്മയെ ഇങ്ങനെ അകറ്റി നിർത്തുന്നതൊക്കെ ഇവിടെ ഒരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കേണ്ടതൊക്കെ തന്നെയാണ്. പിന്നെ നമുക്ക് അടുത്തത് പറയാനുള്ളത് ഭാഗ്യലക്ഷ്മിയുടെ കാര്യം വളരെ കോമഡിയാണ്. ഭാഗ്യലക്ഷ്മി ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നു. അതുപോലെ തന്നെ ഭാഗ്യലക്ഷ്മി ഇങ്ങനെ സ്റ്റേറ്റ്മെന്റ് പറയുമ്പോഴും ദിലീപിന്റെ രാമലീല അടക്കമുള്ള ചിത്രങ്ങളിൽ ഡബിംഗ് കൊടുത്തിട്ടുണ്ട്. അപ്പം ഭാഗ്യലക്ഷ്മിയിലോട്ട് തീർച്ചയായിട്ടും അന്വേഷണം പോകണം. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരൊരു പരിധി കടന്നിട്ടാണ് ഇതുപോലെ പൊട്ടിത്തെറിക്കുന്നത്. ആർക്കോ വേണ്ടി സപ്പോർട്ട് ചെയ്ത് പറയുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, എന്തിനൊക്കെ വേണ്ടി ആർക്കോ വേണ്ടി പണിയെടുക്കുന്ന പോലെ ചെയ്യുന്നുണ്ട്. അപ്പം എനിക്ക് പ്ലസ് നമ്മുടെ ആക്രമിക്കപ്പെട്ട ഇരയോടാണ് പറയാനുള്ളത്, കുട്ടിയെ നിങ്ങളുടെ ചുറ്റും നിൽക്കുന്നത്, നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ആരെയും നിങ്ങൾ നമ്പാൻ നിൽക്കണ്ട. കാരണം മൊത്തം ശത്രുക്കളാണ്. അതിന് ഭേദം നിങ്ങൾക്കായിട്ട് എന്താണോ തോന്നുന്നത് അത് തുടരുക. പിന്നെ അതുപോലെ തന്നെ ഈ ഭാഗ്യലക്ഷ്മി ഒക്കെ ചെയ്യുന്നത് ഇതുപോലെ ഈ ഓരോ മീഡിയാസിന്റെ മുന്നിൽ വന്ന് നിന്നിട്ട് അവൾ ഇങ്ങനെ കിടന്ന് പറയും തോറും ഈ ഇരയെ ഒന്നും കൂടി ഇവരാണ് ആക്രമിക്കുന്നതെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. ഇവർ മിണ്ടാതിരിക്കണേ ആ കൊച്ചിന് ഒരു കുഴപ്പമില്ല. പിന്നെ കഴിഞ്ഞ ദിവസം മാർട്ടിനൊക്കെ അവൻ പറഞ്ഞ തെമ്മാടിത്തരം ഓർത്തിട്ടുണ്ടെങ്കിൽ രക്ഷയില്ല. എങ്ങനെ അവന്റെ നാക്ക് വെച്ച് അവൻ പുടുത്തേ ചാകുള്ളൂ എനിക്ക് പറയുള്ളൂ. അതുപോലത്തെ തെമ്മാടിത്തരം ആണ് അവൻ ആ വീഡിയോയിലൂടെ പുറത്ത് വിടുന്നത്. നമ്മുടെ ഇരയിൽ അത്രയധികം അപമാനിച്ചിട്ടാണ് അവൻ പോകുന്നത്. അവനെ വെളി കിട്ടുവാണെങ്കിൽ നാട്ടുകാർ വെറുതെ വെച്ചിട്ടില്ല. പിന്നെ കഴിഞ്ഞ ദിവസം ഒരു ചേച്ചി ആളാകാൻ വേണ്ടി പബ്ലിക്കിന് മുന്നേ ആളാകാൻ തന്നെ എന്താണ് ഞാൻ ഇനി സിനിമ കാണത്തില്ല, പത്തനംതിട്ട നമ്മുടെ KSRTC ബസ്സിലിട്ടപ്പോ പത്തനംതിട്ടയ്ക്ക് പോകുന്ന ബസ്സിലിട്ടപ്പോഴത്തേക്ക് ഒരു ചേച്ചി വൈകാര്യമായിട്ട് പ്രതികരിക്കുണ്ടായി. എന്തിന് ഈ എന്താണ് നീതി കിട്ടാത്ത ആദ്യത്തെ വനിതയൊന്നുമല്ല കേരളത്തിലെ ഈ ഇര. 2000 മിച്ചം എന്താണ് കേസാണ് ഇന്ന് കേരളത്തിൽ ഈ വർഷം രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അതിൽ എത്രയോ പേർക്ക് നീതി ലഭിച്ചിട്ടില്ല. അവർക്കും കൂടെ വേണ്ടി ഒന്ന് പ്രതികരിക്കുവാണെങ്കിൽ ചേച്ചി കൊള്ളാമായിരുന്നു. എന്തിനാണ് ലൈം ലൈറ്റിൽ ഇപ്പൊ ഒന്ന് പ്രതികരിക്കുവാണെങ്കിൽ അല്ലെ, ആ ചേച്ചി ഒരു പാർട്ടി പ്രവർത്തകൻ കൂടിയാണ്. അതുകൂടെ നിങ്ങൾ ആലോചിക്കണം. ഇപ്പൊ എന്തെങ്കിലും ഒരു ഓവർ ഷോ കാണിക്കുവാണെങ്കിൽ അതിന്റെ പബ്ലിസിറ്റി പിടിച്ചു വെക്കാം എന്നൊരു ഊഹമൊക്കെ ഉണ്ടാകും. അതൊക്കെ വെറുതെ പട്ടിഷോ, അതൊക്കെ നിർത്തി ചേച്ചി. അപ്പൊ അതൊക്കെ നമുക്കൊക്കെ മനസ്സിലാവുന്നത് അതൊക്കെ ഓവറാണ് എന്ന് നമുക്ക് പറയാനുള്ളത്. ഒരാളുടെ വ്യക്തിജീവനം വെച്ച് ആ സിനിമ അളക്കരുത്. അത് നമ്മൾ ഒരു കലാരൂപമാണ്, പ്ലസ് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു കാര്യമാണ്. അതായത് പറക്കന്തളിക്ക് അതിൽ CD മൂവ്സ് ഒക്കെ കാണുമ്പോഴത്തേക്ക് ആരടെ കാണാതിരിക്കുന്നത്. അതുപോലത്തെ അടിപൊളി സിനിമകളാണ്. നമുക്ക് അത്രയും റിലാക്സേഷൻ, നമുക്ക് എത്ര ടെൻഷൻ ഉണ്ടെന്ന് നമ്മൾ അറിയാതെ ചിരിച്ചു പോകുന്ന കുറച്ച് മണിക്കൂറത്തേക്ക് നമ്മളല്ലാണ്ടായി മാറി നമുക്ക് അത്ര എൻജോയ്മെന്റ് തരുന്ന പടങ്ങളാണ് അതൊക്കെ വളരെ മോശമാണ്. ഇനിയും അദ്ദേഹത്തിന്റെ ഈ വില്ലനിസം തീർന്നിട്ടില്ല. ഇനിയും ഞാൻ ഇത് തന്നെ ചെയ്യും എന്നുള്ളൊരു ധൈര്യം അദ്ദേഹത്തിന് കിട്ടിയത് ആ വിധിയിൽ കൂടിയാണ്. അതെങ്ങനെ നേടിയെടുത്തു എന്നും അത് എന്താണ് അയാൾക്ക് കിട്ടിയിരിക്കുന്ന ധൈര്യം എന്നും എല്ലാവർക്കും അറിയാം. അപ്പുറമൊന്നും ഇനി അവൾക്ക് അപമാനം അനുഭവിക്കാനില്ല. അത്രമാത്രം അപമാനം ആ 2 മണിക്കൂർ ഒരു കാറിനുള്ളിൽ സംഭവിച്ചതിനേക്കാൾ കൂടുതൽ അപമാനം അവൾ അടച്ചിട്ട കോടതി മുറിക്കുള്ളിൽ അവൾ അനുഭവിച്ചു. സാമാന്യ ബുദ്ധിയുള്ള ആർക്ക് മനസ്സിലാവും. കോടതിയിൽ നിന്ന് വിധി കേട്ട് വന്നു കഴിഞ്ഞാൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്, എൻ്റെ കൂടെ സത്യം വിജയിച്ചു എന്നൊക്കെ വേണമെങ്കിൽ പറയുന്നതിന് പകരം മറ്റൊരു പെണ്ണിൻ്റെ പേരാണ് അവിടെ പറയുന്നത്, മറ്റൊരു നടിയുടെ പേരാണ് പറയുന്നത്. ഈ ഭാഗ്യലക്ഷ്മിയെ നന്നായിട്ട് സംശയമുണ്ട് കേട്ടോ. നല്ല സംശയമുണ്ട്. അവരുടെ ആറ്റിറ്റ്യൂഡ് ഓവർ റിയാക്ഷൻ ഒക്കെ കാണുമ്പോൾ ഭയങ്കര സംശയമുണ്ട്. ഇവരിലോട്ട് അന്വേഷണം നീളണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ അത് കുറെയൊക്കെ എന്താണെന്ന് വെച്ചാൽ കള്ളന്റെ കൂടത്തിൽ കിടന്ന് തപ്പുന്നുണ്ട്. നമ്മുടെ വീട്ടിലൊക്കെ കള്ളന്മാര് കയറുമ്പോഴത്തേക്ക് അയലത്തുള്ളവരെല്ലാം കള്ളനെ തപ്പി കള്ളം കയറി എന്ന് പറയുമ്പോൾ അയലത്തുള്ളവരെല്ലാം കൂടെ തപ്പി ഓടിയിറങ്ങും കള്ളനെ തപ്പാൻ വേണ്ടി. പക്ഷെ ആ കള്ളനും കൂടെ കിടന്നുകൊണ്ട് തപ്പുവാണെങ്കിലുള്ള അവസ്ഥ ആലോചിച്ച് നോക്കി. ആ സെയിം അവസ്ഥയാണ് ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പം ഈ തപ്പുന്നവരുടെ കൂടെ തന്നെയാണ് കള്ളന്മാർ ഒളിഞ്ഞിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. കോടതി മുറിക്കുള്ളിൽ അതിജീവിതം ഒരുപാട് അനുഭവിക്കും. ഈ അതിജീവിതം മാത്രമല്ല, ഇത്ര നാളും കേസ് കൊടുത്തിട്ടുണ്ട് എത്രത്തോളം അതിജീവിതമാരുള്ളൂ അത്രയും അതിജീവിതമാർ ഇതുപോലെ കോടതി മുറികൾക്കുള്ളിൽ കീറി മുറിക്കപ്പെട്ട വ്യക്തികൾ തന്നെയാണ്. തിരിച്ചും മറിച്ചും പ്രതിഭാഗം വക്കീലിന്റെ എല്ലാവരും ചോദ്യം വരും. അതിലൊന്നും വലിയ അത്ഭുതപ്പെടാനോ കാര്യങ്ങളൊന്നുമില്ല. അത് ഫേസ് ചെയ്യാൻ തയ്യാറായിരിക്കണം. കാരണം പ്രതിഭാഗം വക്കീലിന് അങ്ങനെയുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും ലൂപ്പ് ഹോൾ ഉണ്ടെങ്കിൽ അവർ എടുത്ത കേസ് വിജയിപ്പിക്കാനേ നോക്കുള്ളൂ. അപ്പൊ മാക്സിമം അതിജീവിതമാരെ തളർത്തി അവർ വിജയിക്കാനേ നോക്കുള്ളൂ. അവിടെ പിടിച്ചു നിന്ന് സത്യത്തിനൊപ്പം നിന്ന് ജയിക്കുന്നവരാണ് നമുക്ക് വിജയിച്ചു വരിക. അപ്പം ഇതിനകത്ത് നമുക്ക് പറയാനുള്ളത് 6 പ്രതികൾക്ക് ശിക്ഷ കൊടുത്തു. പക്ഷെ ശിക്ഷ കുറഞ്ഞത് പൾസർ സുനിയെ പോലെയുള്ളവർക്ക് ജീവപര്യന്തം, അതായത് ജീവിത അവസാനം വരെ അവൻ പുറലോകം കാണാൻ പാടില്ലായിരുന്നു. അപ്പം പക്ഷെ എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോലീസിന്റെ അനാസ്ഥ തന്നെയാണ്. ഒരു കേരള ആയിട്ട് ആർക്കോ വേണ്ടി എന്തിനോ വേണ്ടിയിട്ട് ഒരുമാതിരി തട്ടിക്കൂട്ടിയുള്ള ഒരു കേസായി പോയി ഇത് എന്നുള്ള രീതിയിലാണ് ഇതിന്റെ ജഡ്ജ്മെന്റ് വായിക്കുമ്പോഴേ അറിയാം. ഇത് ജഡ്ജിയുടെ മുന്നിലല്ല, കേവലം നമ്മുടെ മുന്നിൽ ഈ കേസും റിപ്പോർട്ടും കൊണ്ട് വന്നാൽ പോലും എടുത്തോണ്ട് പോടേ എന്ന് പറഞ്ഞ് നമ്മളാണെങ്കിൽ വലിച്ചെറിയും. അതുപോലത്തെ ഈ കുട്ടിത്തം നിറഞ്ഞ കാര്യങ്ങളാണ് പല തവണ ഇതിനകത്ത് വെച്ചിരിക്കുന്നത്. ഇതിനകത്ത് പൈസ ഇടപാട് കൊടുക്കുന്നൊക്കെ പറഞ്ഞു. വർഷങ്ങൾ നീണ്ടുന്ന 10,000, 30,000, 1 ലക്ഷം എന്നാണ് വർഷങ്ങളുടെ ഗ്യാപ്പിലാണ് ഈ പൈസകളൊക്കെ കൈപ്പറ്റിയിരിക്കുന്നതൊക്കെ
പ്രോസിക്യൂഷനകത്ത് കൊണ്ടുവയ്ക്കുന്നത്. പോലീസിനും തെളിയിക്കാൻ പറ്റിയിട്ടില്ല ഇത്. അതുപോലെ തന്നെ എന്താണ് ഒരു ചെക്ക് കൊടുത്തു എന്ന് പറഞ്ഞു, 610 രൂപ ഒരു സുനിലിന് ഗുണ്ടയ്ക്ക് ചെക്ക് കൊടുത്തു എന്ന് പറഞ്ഞു. അത് പ്രതിഭാഗം വക്കീൽ പൊളിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ അത് പൾസർ സുനിയാണെന്ന് എന്താണ് നമ്മുടെ പോലീസുകാർ കെട്ടിച്ചമച്ച് വെക്കുവാണ്. അത് എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാണ്, സുനിലിന് പറഞ്ഞ ഒരാൾക്ക് ഗുണ്ടയ്ക്ക് ഇത് കൊടുത്തത് എന്താണ്, അത് ഈ സുനിക്കല്ല, ആ സെറ്റില് വേറെ സുനി ഉണ്ടായിരുന്നു, ആ സുനിക്കാണ് കൊടുത്തത്. അപ്പൊ ഒരു സുനി ഒരു പേര് കണ്ടപ്പോൾ തന്നെ ആ പോലീസ് ഉറപ്പിച്ചു. അപ്പൊ അതൊക്കെ പ്രതിഭാഗം വക്കീൽ പൊളിച്ചടുക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ നമ്മുടെ മുമ്പ് നമ്മൾ കണ്ടതാണല്ലോ നമ്മുടെ ശ്രീലേഖ IPS പറയുന്നത് ഫോട്ടോസിന്റെ കാര്യം വന്നപ്പോഴത്തേക്ക് ഇത് മോർഫ് ചെയ്ത് അല്ലെങ്കിൽ ചെയ്യുമ്പോൾ അത് മോർഫ് ചെയ്തതാണ്, ഇത് നിങ്ങൾ ആരോടും ഇനി പറയാൻ പോകണ്ട, അതിന്റെ പുറകെ പോകണ്ട എന്ന് പറയുന്ന അത്രയും വിവരമില്ലായ്മയാണ് ഇവിടെ പോലീസിന്. അല്ലെങ്കിൽ എന്തിന്റെയൊക്കെ ആവശ്യത്തിന്റെ പേരിൽ ദിലീപിനോട്ട് വിരൽ ചൂണ്ടുന്ന രീതിയിലുള്ള ഫൂളിഷ്നെസ് ആയിട്ടുള്ള തെളിവുകൾ എന്തിനു വേണ്ടി, ആരുടെ കരിയർ നശിപ്പിക്കാൻ വേണ്ടിയാണ്, ആര് പറഞ്ഞാണ് ഇതുപോലെ ചെയ്തത്, ഇതിനകത്ത് പോലീസിനുള്ള ലാഭം എന്താണെന്നൊക്കെ ഉള്ള കാര്യം വളരെ വലിയ ചോദ്യമാണ്. അതുപോലെ തന്നെ ഈ പല സമയത്ത് ടവറിൽ വെച്ച് കണ്ടെന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ, അതായത് എറണാകുളത്തുള്ള അബാസിയ എന്ന് പറഞ്ഞ ഹോട്ടലിൽ പൾസർ സുനിയുടെയും ദിലീപിന്റെയും എന്താണ് ടവർ ലൊക്കേഷൻ ഒരുപോലെ വന്നെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് എന്താണ് ആ സമയത്ത് അത് അവരുടെ ഒരു സിനിമാക്കാരുടെ എല്ലാവരും ഒരു പ്രോഗ്രാം നടക്കുന്ന ടൈമാണ്. അവിടെ ആ സിനിമയുമായിട്ട് ബന്ധപ്പെട്ട് അല്ല ഈ സിനിമാ ലോകവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന സകലമായ ആൾക്കാരും അന്ന് ആ ഹോട്ടൽ ടവറിന്റെ ചുറ്റുപാടിൽ ഉണ്ടായിരുന്നു. അതൊന്നും ഒരു തെളിവാക്കി കാണിക്കാൻ പറ്റത്തില്ല എന്നുള്ള കാര്യമാണ് വാസ്തവം. ഞാൻ ചോദിക്കട്ടെ, ഈ വിധി വരുന്ന അന്ന് തന്നെയല്ലേ നമ്മളെ ഏറ്റവും സ്നേഹിക്കുന്ന ശ്രീ മോഹൻലാൽ ആ പോസ്റ്റർ റിലീസ് ചെയ്യുന്നത്? ഒരു നിമിഷം ചിന്തിക്കണം, ഞാൻ എന്താണ് ചെയ്യുന്നത് എന്ന് അദ്ദേഹം പോലും ചിന്തിച്ചില്ലല്ലോ എന്നാണ്. അവന് വേണ്ടിയും ഞാൻ പ്രാർത്ഥിക്കുന്നു, അവൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞതും നമ്മൾ കേട്ടു. ഇവര് കോടതിയെ ശരിക്കും അപമാനിക്കാൻ കുറ്റം പറയണം. കോടതി എന്താണ് കേസ് എടുക്കണം, ഇവർക്കെതിരെ കേസ് എടുത്തിട്ട് ഇവർക്കെതിരെ ഒരു അന്വേഷണം നടത്തുക തന്നെ വേണം. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് ദിലീപ് മോഹൻലാൽ എന്താണ് കാണിക്കുന്നത്, മോഹൻലാൽ ആ വിധി വരുന്നതിനോടൊപ്പം അത് എന്താണ് പോസ്റ്റർ ഷെയർ ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ മോഹൻലാൽ അഭിനയിച്ച ഒരു പടത്തിന്റെ പോസ്റ്റർ ഷെയർ ചെയ്യണോ വേണ്ടെന്ന് മോഹൻലാലാണ് തീരുമാനിക്കുന്നത്, അതായത് ഭാഗ്യലക്ഷ്മി അല്ല. നിങ്ങൾ എന്തൊരു വിഡ്ഢിത്തമാണ് വിളിച്ച് പറയുന്നത്. എന്നിട്ട് മോഹൻലാൽ പറഞ്ഞു, ഞാൻ അവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു, അവന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു എന്ന്. അതിനെന്താണ് കുറ്റം? ഒരു കുറ്റമില്ല. ആവശ്യമില്ലാതെ എന്തിനാണ് മറ്റുള്ളവരെ ഇതിനകത്തൊട്ട് ഭാഗ്യലക്ഷ്മി വലിച്ചിടുന്നത്? ഇതൊക്കെ എന്തിനും അവർക്ക് എന്തോ ഒരു ആവേശമാണ്, എന്തൊക്കെ ആവശ്യമാണ് ഇതിനകത്ത്. ദിലീപ് അപ്പൊ പൾസർ സുനിയെ വെറുതെ വിട്ടാൽ ഇവർക്ക് ഒരു വിഷയമല്ല, പക്ഷെ ദിലീപിനെ വെറുതെ വിട്ടാലാണ് ഇവർക്ക് കുരു പൊട്ടിയിരിക്കുന്നത്. അതെന്താണെന്നുള്ള കാര്യം എനിക്ക് വളരെ സംശയം. എനിക്ക് 2-3 പേരുകളാണ് അവിടെ സംശയമുള്ളത്. അന്ന് മാർട്ടിൻ പറഞ്ഞ പോലെ ആ ഒരു പോലീസുകാരുടെ പേര് പറഞ്ഞിട്ടുണ്ട്. ആ പോലീസുകാരെ ചുറ്റിപ്പറ്റി അന്വേഷണം വേണം. അതുപോലെ മഞ്ജു വാര്യർ, ഭാഗ്യലക്ഷ്മി, ഇവർക്കൊക്കെ എന്തൊക്കെയോ അതുണ്ട്. പിന്നെ ലാലും ഈ ദിലീപും പിന്നെ ഒരു സുരേഷും തമ്മിലുള്ള ഒരു കമ്പനിയൊക്കെ ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ കമ്പനിയെ ചുറ്റിപ്പറ്റി ഒരു അന്വേഷണവും കാര്യങ്ങളൊക്കെ നടക്കണം. ഇത് ബിസിനസ്സിൽ നിന്നുണ്ടായ പകയാണ്. അപ്പം ഈ സുനിൽ എന്ന് പറഞ്ഞ ഈ വ്യക്തി, പൾസർ സുനിൽ എന്ന് പറഞ്ഞ വ്യക്തി ഇതിനു മുമ്പും 2-3 പെൺകുട്ടികളെ സമാനമായ രീതിയിൽ ഉപദ്രവിക്കുകയും ഇതുപോലെ നഗ്നമായ ചിത്രങ്ങൾ ചിത്രീകരിക്കുകയും പ്ലസ് അവരുടെ കയ്യിൽ നിന്ന് പണം തട്ടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അന്ന് കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് അവർ പോകാൻ ചെയ്ത് ഇവർ പൈസ കൊടുത്ത് ഒതുക്കി. പോകാന്ന് വെച്ചാൽ ഇതുപോലെ നാളത്തിൽ ഉണ്ടാകും എന്നുള്ള ഒരു കാര്യങ്ങളാണ്. മേ ബി ഇവൻ തന്നെ ഉണ്ടാക്കിയ ഒരു കേസും പരിപാടിയൊക്കെ ആയിരിക്കും. പിന്നെ ഇങ്ങനെ ഒരു കേസിനകത്ത് കുടുങ്ങി എന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് ദിലീപിനെ കരിവാക്കാൻ വേണ്ടി ഒരു പറ്റം ആൾക്കാർ ഇതങ്ങ് മുതലാക്കി അങ്ങനെയൊക്കെ തോന്നുന്നുണ്ട്. എന്തൊക്കെ ഒരു രീതിയും കാര്യം CBI അന്വേഷിക്കട്ടെ, പുറത്തു വരട്ടെ. അപ്പൊ ഇത്രയും പേരെ എനിക്ക് സംശയമുണ്ട്. നിങ്ങൾക്ക് ഇതെല്ലാം കേട്ടിട്ട് എന്താണെന്ന് തോന്നിയെന്ന് വെച്ചാൽ തീർച്ചയായും കമന്റ് ചെയ്യണം. അപ്പൊ അടുത്തൊരു വിഷയമായിട്ട് വീണ്ടും വരുന്നവരെ ചിൽഡ്രൻ ടേക്ക് കെയർ, ബൈ.